ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഡൊമിനർ 250 ആണ്. അപ്പോൾ ഡൊമിനർ 250 എന്തൊക്കെ നമുക്ക് തരുന്നുണ്ട്, അതിൻ്റേതായ പവർ ഫീച്ചേഴ്സ്, പിന്നെ എൻജിന്, ടയർ സൈസ് എല്ലാം കൂടിയാണ്, സൈലൻസർ എല്ലാം നമുക്ക് പവർ കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഈ വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യാം. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമിനർ 250യുടെ മീറ്ററിൽ വന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഒരു ബാറ്ററിയുടെ സിമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബജാജിൻ്റെ എംബ്ലം കാണിച്ചിട്ടുണ്ട്, ഒരു ABSൻ്റെ വാണിംഗ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഹീറ്ററിങ്ങിൻ്റെ സ്വിച്ച് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു എൻജിൻ വാണിംഗ് ലൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡൊമിനർ 250യിൽ. എന്നാൽ ഡൊമിനർ 400ലേക്ക് വന്നു കഴിയുമ്പം ഇച്ചിരി കൂടെ ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയാനാണെങ്കിൽ ഒരു താക്കോൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഡൊമിനർ നന്നായിട്ട് ഒതുക്കി തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ മീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു RPM മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്പീഡോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പെട്രോളിൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ടൈം കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ന്യൂട്രൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഓയിലിൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ 250 400 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡബിൾ ലെയറാണ് ഡൊമിനർ 250 കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഇച്ചിരി കൂടെ കൂടുതൽ ഡൊമിനർ 400 കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രകാശത്തിൽ തമ്മിലുള്ള വ്യത്യാസം പറയാനുള്ളത്. പിന്നെ ഒരു ഷീൽഡ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷീൽഡാണ് ഡൊമിനർ കൊടുത്തിരിക്കുന്നത്. ഡൊമിനറിന് ഇച്ചിരി കൂടെ വലിയ ഷീൽഡ് കൊടുക്കാമായിരുന്നു, കാരണം എന്ന് പറഞ്ഞാൽ വിൻഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും ഈ ഷീൽഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. പക്ഷേ കസ്റ്റമായിട്ട് നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ, അത് വലിയ റീസണായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഒതുക്കാണ് ബജാജ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു അട്രാക്റ്റീവ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് തന്നെ ബജാജ് 250ക്കും 400നും വന്നിട്ടുണ്ട് ഈ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിൽ നിന്ന് തന്നെ. പിന്നെ ഇവിടെ ബജാജ് കസ്റ്റമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ കസ്റ്റമായിട്ട് താഴെ ഇച്ചിരി ലുക്കിന് വേണ്ടി നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കസ്റ്റമായിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഒരു മിററാണ് ബജാജ് ഡൊമിനറിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കാണാൻ തന്നെ ഒരു നല്ല രസമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൊമിനർ 400നും 250ക്കും ഒരേ മിററാണ് അവർ കൊടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ വേറൊരു മോഡലായിരുന്നു, അതൊരു രസമില്ലാത്തൊരു മോഡലായിരുന്നു അന്നപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പുതിയ മോഡൽ വണ്ടികളിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ക്ലച്ചാണ് എടുത്തു പറയാനുള്ളത്. റൈഡറിന് നല്ല കംഫർട്ടാകുന്ന രീതിയിലാണ് ഈ ക്ലച്ച് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആണ് ക്ലച്ച് പ്രൊവൈഡ് ബജാജ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ വലിയൊരു ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു നല്ലൊരു ഹാൻഡിലാണ് അവർ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു കിൽ സ്വിച്ച് ബജാജ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു അട്രാക്റ്റീവായ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ലൊരു ആകർഷണമാണ് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്. പിന്നെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പ്രൊജക്ടർ ടൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന തരത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നൈറ്റ് കാണാം. പിന്നെ എൻജിൻ ഭാഗത്തേക്ക് പറയാനാണെങ്കിൽ ഒരു 248.77 cc ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് എൻജിൻ. ഒരു ഒതുക്കി തന്നെയുള്ള ഒരു എൻജിനാണ് കൊടുത്തിരിക്കുന്നത്. ബജാജ് 400ലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇച്ചിരി കൂടെ വലിയൊരു എൻജിനാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് പക്ഷേ ശ്രദ്ധിക്കും കാര്യങ്ങളൊന്നുമില്ല, ലുക്കിൽ ബേസ് ഓക്കെയാണ്. രണ്ടും മാറ്റങ്ങളൊന്നും പറയാനായിട്ട് വലുതായിട്ട് ആരും ശ്രദ്ധിച്ച് കഴിയുമ്പോൾ മാറ്റങ്ങളൊന്നും പറയാനില്ല. പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 27 PS പവറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രാഷ് കാർഡ് ബജാജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്. വലിയ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ അത്യാവശ്യം ഒന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് തട്ടി നിൽക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു കൂളൻ്റ്, അത് ഒതുക്കി തന്നെ ബജാജ് അവിടെ നല്ല ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഗ്യാബ്രിയിൽ കൊടുത്തിട്ടുണ്ട്, അത് നല്ല രസമായിട്ടുള്ളൊരു ബ്ലാക്ക് ഗ്യാബ്രിയിലാണ് കൊടുത്തിരിക്കുന്നത്, അത് നല്ല ഒതുക്കി തന്നെ. പിന്നെ ബജാജ് ഫ്രണ്ടിൽ ഒരു നല്ല ഒതുക്കി തന്നെ ഒരു മഡ് ഗാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ നല്ലൊരു രസമാണ്, നല്ലൊരു ഡിസൈനുള്ളൊരു മഡ് ഗാർഡാണ്. പിന്നെ ഇവിടെ ഒരു റെഡിൻ്റെ കളറാണ് വന്നിരിക്കുന്നത്, പുറകിലൊരു ബ്ലാക്കിൻ്റെ കളറുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ടയർ പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു 100 mm ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 100 mm ടയർ ഈ 250യിൽ സൂട്ടാകുമോ എന്ന് ചോദിച്ചാൽ സൂട്ടാകുകയില്ല. നല്ല കോർണർ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊന്നും ഈ ടയറും കൊണ്ട് പ്രൊവൈഡ് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഒരു 110 ടയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്നാൽ 100 ടയറാണ് വണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അടുത്തത് ഇനി സീറ്റിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു കുഷനിങ് ഉള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ലോങ് ട്രിപ്പിനൊക്കെ അടിപൊളിയായിരിക്കും. എന്നാൽ ടൂർ ചെയ്യാനും നല്ല റേസ് മൂഡിൽ ഓടിക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും, കാരണം അതുപോലെയാണ് ഷോക്ക് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി സോഫ്റ്റായ ഷോക്ക് തന്നെയാണ് ബജാജ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഷോക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു സീറ്റിംഗ് കംഫർട്ടും കുഷനും കിട്ടും. ഇത് കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ സാധിക്കും.
പിന്നെ പറയുകയാണെങ്കിൽ ഒരു സാരി കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിത് റിമൂവ് ചെയ്ത് കളയാനേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റെഡ് കളറാണ് ഡൊമിനർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 250 എംബ്ലം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റീലയിലാണ് 250 എംബ്ലം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗാബ്രിയേൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലുക്കായുള്ള രീതിയിൽ തന്നെയാണ് ഗാബ്രിയേൽ ബജാജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഇവിടെ ഒരു ടാങ്ക് ഹോൾഡർ വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് കിട്ടും. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു സ്റ്റിക്കറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡൊമിനറിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വേറൊരു സെപ്പറേറ്റ് കിറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ഒക്കെ ഓക്കെയാണ്. ഇവിടെ ഒന്നും വലിയ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് എല്ലായിടത്തും തന്നെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് കൊടുത്തിട്ടില്ല. ഡോമിനർ 250യിലും 400യിലും വന്നിരിക്കുന്നത് ഒരുപോലത്തെ ഒരു ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഡോമിനർ 250 ആണ്, 400 ആണോ തിരിച്ചറിയാൻ പാടാണ്. ഇനി ബാക്കിലെ ടയറിലേക്ക് പറയാനാണെങ്കിൽ ഒരു ചെറിയ ടയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരുമാതിരി ഒരു വണ്ടിയിൽ ഒരു കുഞ്ഞു സാധനം കുത്തിക്കയറ്റിയ മാതിരി ഒരു ഫീലുണ്ട്. അതായത് ഒരു 200cc ഒരു 150cc ടയർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു ഫീലാണ് ഇത്തേന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കോണറൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും വണ്ടിക്ക് വലിയ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊന്നും ഈ ടയറിൽ നിന്ന് കിട്ടുകയില്ല. അതുമാത്രമല്ല പറയുകയാണെങ്കിൽ ഒരു 130 സൈസ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 140 സൈസെങ്കിലും ടയർ ഡോമിനറെ കൊടുക്കാറുണ്ട്. പക്ഷേ 400 വന്നിരിക്കുന്നത് ഒരു 150 സൈസ് ടയറാണ് വന്നിരിക്കുന്നത്. പക്ഷേ നല്ലൊരു ഡോമിനർ 400 പറയുകയാണെങ്കിൽ നല്ലൊരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ആ ടയർ തന്നെ ഇത്തേലും കൊടുക്കുകയാണെങ്കിൽ പക്കയായിരുന്നു. കാരണം വണ്ടിക്ക് അത്രയും ഏകദേശം അതിൻ്റെ അടുത്ത് പവറില്ല. എന്നാലും അത്യാവശ്യം ഒരു 250cc നല്ലൊരു ബിഗിനറായിട്ടൊരു വണ്ടിയാണിത്. കാരണം ഇത്രയും വെയിറ്റിൽ 250cc വേറെ വണ്ടി ഇല്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനൊരു 150 സൈസ് ടയർ പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. പിന്നെ ഡോമിനറിന് വന്നിരിക്കുന്നത് ഒരു ഡബിൾ എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അട്രാക്റ്റീവായിട്ട് നല്ല ഡിസൈൻ തന്നെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. നല്ലൊരു ബാസുള്ള സൗണ്ടാണ് ഡോമിനർ കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി കൈ കൊടുത്ത് നമുക്കൊന്ന് നോക്കുക. കുഴപ്പമില്ല, നൈസായിട്ടൊരു സൗണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.